റിപ്പോർട്ടർ ചാനലിനെതിരെ പോക്സോ കേസ്. സംസ്ഥാന സ്കൂൾ കലോത്സവവുമായി ബന്ധപ്പെട്ട വാർത്താ അവതരണത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതിലാണ് കേസ്. ബാലാവകാശ കമ്മീഷൻ DGPക്ക് പരാതി നൽകിയിരുന്നു. പരാതി കന്റോൺമെന്റ് പോലീസിന് കൈമാറി. ഇതിലാണ് ഇപ്പോഴത്തെ നടപടി. വിവരങ്ങളുമായി സുലേഖ തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. സുലേഖ, ഈ സംഭവം വലിയ വിവാദമായതാണ്. പെൺകുട്ടിക്കെതിരെ ഈ വാർത്താ അവതരണത്തിനിടയിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത് അന്ന് വലിയ ചർച്ചയാവുകയും ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പോക്സോ കേസ് വന്നിരിക്കുകയാണ്. ഒന്നാം പ്രതി ചാനൽ എഡിറ്ററും അവതാരകനുമായ അരുൺകുമാർ ആണെന്ന് മനസ്സിലാക്കുന്നു. കേസിന്റെ സമഗ്രമായ വിവരങ്ങൾ. മനു, തിരുവനന്തപുരത്ത് നടന്ന 63ാമത് കലോത്സവത്തിൽ പങ്കെടുത്ത ഒപ്പന സംഘത്തിലെ മണവാട്ടിയോട് പ്രണയം തോന്നുന്ന റിപ്പോർട്ടർ എന്ന ഉള്ളടക്കത്തോടെയാണ് റിപ്പോർട്ടർ TV ഒരു വീഡിയോ സ്റ്റോറി ചെയ്തിരുന്നത്. ഈ മണവാട്ടിയായി വേഷമിട്ട കുട്ടിയോട് ചാനലിലെ റിപ്പോർട്ടർ ഷഹബാസ് നടന്ന സംഭാഷണത്തിലാണ് ദ്വയാർത്ഥ പ്രയോഗം നടത്തിയത്. ആ സ്റ്റോറി സംപ്രേഷണം ചെയ്തതിന് തൊട്ടു പിന്നാലെ അരുൺകുമാർ റിപ്പോർട്ടറോട് വിദ്യാർത്ഥിയെ കുറിച്ച് ചോദിക്കുകയും കളിയാക്കുകയും ചെയ്യുന്ന സംഭാഷണങ്ങളും റിപ്പോർട്ടർ TV സംപ്രേഷണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ സംഭവത്തിലാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത DGPയോട് റിപ്പോർട്ട് തേടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഈ റിപ്പോർട്ട് തേടുന്ന സാഹചര്യത്തിൽ DGPയാണ് ഇത്തരത്തിൽ കന്റോൺമെന്റ് പോലീസിനോട് ഇത്തരത്തിലുള്ള ഒരു കേസെടുക്കാൻ നിർദ്ദേശം നൽകുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് കന്റോൺമെന്റ് പോലീസ് ഇപ്പോൾ റിപ്പോർട്ടർ TV ചാനലിനെതിരെ പോക്സോ കേസ് എടുത്തിട്ടുള്ളത്. റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ, അതിനൊപ്പം തന്നെ അവതാരകനുമായ അരുൺകുമാറാണ് ആ കേസിലെ ഒന്നാം പ്രതിയായി കന്റോൺമെന്റ് പോലീസ് പരാതി എടുത്തിട്ടുള്ളത്. അതിനൊപ്പം തന്നെ കേസിലെ രണ്ടാം പ്രതി റിപ്പോർട്ടർ ഷഹബാസ് ആണ്. ഇവർ രണ്ടുപേരുമാണ് ഇത്തരത്തിൽ ഈ ചാനലിൽ ഈ പെൺകുട്ടിയെ കുറിച്ച് ഒപ്പനയിൽ മണവാട്ടിയായി വേഷമിട്ട പെൺകുട്ടിയെ കുറിച്ച് ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും അതിനൊപ്പം തന്നെ കളിയാക്കൽ അടക്കമുള്ള കാര്യങ്ങൾ നടത്തി ഇത് ചാനൽ സംരക്ഷണം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയുള്ളത്. ഇതിൽ മൂന്നാം പ്രതി കൂടിയുണ്ട്. അത് അൺനോൺ പേഴ്സൺ ആണ്. ഇത്തരത്തിൽ ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു വിഷയം വന്ന ഘട്ടത്തിൽ ഈ മാധ്യമത്തിൽ റിപ്പോർട്ടർ TVയിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ സംരക്ഷണം ചെയ്തതിന് തൊട്ടു പിന്നാലെ വലിയ രീതിയിലുള്ള വിമർശനമാണ് സമൂഹ മാധ്യമങ്ങളിലടക്കം ഉണ്ടായിട്ടുള്ളത്. ആ ഒരു സാഹചര്യത്തിലാണ് ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സ്വമേധയാ കേസെടുക്കുകയും അതിനൊപ്പം തന്നെ DGPയോട് റിപ്പോർട്ട് തേടുകയും ചെയ്തിട്ടുണ്ട്. ചാനൽ മേധാവിയിൽ നിന്നും ഇത്തരത്തിൽ റിപ്പോർട്ട് തേടിയിരുന്നു. ഇതിനെ തുടർന്നാണ് ഇപ്പോൾ തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് റിപ്പോർട്ടർ TV കൺസൾട്ടിംഗ് എഡിറ്റർ ആങ്കറുമായ അരുൺകുമാറിനെ ഒന്നാം പ്രതി ചേർത്ത പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മനു, തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നത് പിന്നീട് അവർ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഒരു ഖേദം പ്രകടിപ്പിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നൊരു വസ്തുത നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട്. അതായത് കുട്ടികളുടെ അവകാശങ്ങളെയും അവരുടെ അഭിമാനത്തെയും ഹനിക്കുന്ന രീതിയിലുള്ള ഇടപെടലാണ് ചാനലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്ന നിഗമനത്തിൽ അതിശക്തമായ തുടർ നടപടികളിലേക്ക് കടക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും മനു, അത് തന്നെയാണ്. മനു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സംഭവം ഉണ്ടായ ഘട്ടത്തിൽ തന്നെ വീഡിയോ അത് പിൻവലിക്കുന്ന സാഹചര്യം ഈ ചാനലിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഖേദപ്രകടനം നടത്തുകയോ അല്ലെങ്കിൽ മാപ്പ് പറയുകയോ ചെയ്യുന്ന തരത്തിലുള്ള ഒരു നടപടിയും ഈ ചാനലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നും കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിൽ ശക്തമായ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകുന്നത്. നേരത്തെ കോടതി അടക്കം പറഞ്ഞ കാര്യമുണ്ട്. അതായത് ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ദ്വയാർത്ഥ പ്രയോഗങ്ങളൊക്കെ തന്നെയും അത് അവസാനിപ്പിക്കേണ്ടതാണ്. അത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടത്താൻ പാടില്ല എന്നത് കോടതി അടക്കമുള്ള ആളുകൾ പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തുകയുണ്ടായിരുന്നു. അതായത് സ്ത്രീകൾക്ക് യാതൊരു തരത്തിലുമുള്ള ഒരു പ്രശ്നവും കേരളത്തിൽ ഉണ്ടാവില്ല, സമൂഹത്തിൽ ഉണ്ടാകില്ല എന്നത് തന്നെയാണ് ഇടതുപക്ഷത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ എല്ലാ കാര്യങ്ങളും ഇത്തരത്തിൽ സുരക്ഷിതമായ ഒരു ജീവിതം അത് ഉണ്ടാക്കുക എന്നുള്ള തരത്തിലുള്ള ഒരു കാര്യങ്ങൾ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിൽ ഒരു വീഡിയോ അത് 18 വയസ്സ് തികയാത്ത ഒരു പെൺകുട്ടിക്ക് നേരെയാണ്, 18 വയസ്സ് തികയാത്ത ഒരു കുട്ടിക്ക് നേരെയാണ് എന്നുള്ളത് തന്നെയാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. ഇത്തരത്തിൽ ദ്വയാർത്ഥ പ്രയോഗം നടത്തുകയും അതിനൊപ്പം തന്നെ ഈ വീഡിയോ ഓൺ എയർ പോയതിനു ശേഷം ഇത്തരത്തിലുള്ള ഒരു സംഭാഷണത്തിനിടെയാണ് റിപ്പോർട്ടറെയും പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് കളിയാക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇതിൽ ഒരു ഖേദപ്രകടനം നടത്താനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലും ഇതുവരെയും ചാനൽ മേധാവിയോ അല്ലെങ്കിൽ ചാനലിന്റെ മറ്റ് അധികാരികളോ തയ്യാറായിട്ടില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പോക്സോ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മനു, ശരി, ഏതായാലും വളരെ പ്രധാനപ്പെട്ട സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. റിപ്പോർട്ടർ ചാനലിനെതിരെ കേസെടുത്തിരിക്കുന്നത് പോക്സോ കേസാണ് എടുത്തിരിക്കുന്നത്. ചാനൽ കൺസൾട്ടിംഗ് എഡിറ്ററായ ഡോക്ടർ അരുൺകുമാർ ഒന്നാം പ്രതിയാണ്, അവതാരകനാണ്.
ഇത്തരത്തിൽ പെൺകുട്ടികളുടെ അഭിമാനം ഹനിക്കുന്ന രീതിയിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളുള്ള ഒരു സ്റ്റോറി വരുന്നു. അതിനെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ വീണ്ടും ഇത്തരത്തിൽ അവർക്ക് മോശകരമായ രീതിയിൽ സംസാരിക്കുന്നു. അതിനെതിരെയാണ് ബാലാവകാശ കമ്മീഷൻ ആദ്യം നടപടി സ്വീകരിച്ചത്. അതിന് തുടർച്ചയായിട്ട് പോലീസിലേക്ക് പരാതി വരികയായിരുന്നു. ഇപ്പോൾ DGP ആ പരാതി ഇപ്പോൾ കന്റോൺമെന്റ് സ്റ്റേഷന് കൈമാറിയിരിക്കുകയാണ്. അവർ പോക്സോ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. വിവരങ്ങളാണ് സുലേഖ നൽകിയത്. അതിലും ശക്തമായ നടപടികളിലേക്ക് പോലീസ് പോകുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്.